Good morning everyone. So in the last class we were discussing about the normal modes of vibrations of molecules. So we have two equations for linear diatomic molecules. It is 3n minus 5, and for non-linear this is 3n minus 6. Okay. So now we are going to discuss about vibration modes of CO2 molecule. So further we need to discuss about the vibration modes of both CO2 and H2O. Let's discuss about CO2 first. So in CO2 is a linear triatomic molecule. Okay, carbon dioxide എന്ന് പറയുന്നത് linear triatomic molecules ആണ്, 3 atoms ഉണ്ട്. So we can apply into the equation, that is 3n minus 5. So 3 into 3, since n is 3 here, 3 into 3 is 9, 9 minus 5 is 4. So it has 4 normal modes of vibration. Okay, so among the 4, 2 are stretching and the other 2 are bending vibration. Again, the stretching vibration may be categorized into symmetric stretching as well as asymmetric stretching. Similarly, bending may be divided as in-plane bending as well as out-of-plane bending. Okay, so this is the symmetric stretching. So symmetric stretching എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓക്സിജനും ഒന്നെങ്കിൽ ഒരുമിച്ച് കാർബണിൻ്റെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ ഒരുമിച്ച് കാർബണിൽ നിന്ന് അകന്നു പോവുക. ദാറ്റ് ഈസ് സിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ, അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ ദിസ് ഓക്സിജൻ ആൻഡ് ദിസ് കാർബൺ, their bond length reduces whereas this bond length increases. So such kind of oscillations are called asymmetric stretching. So asymmetric stretchingil ഈ ഒരു പെർട്ടിക്കുലർ ആറ്റം ഇലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ആറ്റം കൺട്രാക്ട് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ഒരു ബോണ്ട് ലെങ്ത് റിഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റേ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. സിമെട്രിക് സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ബോണ്ടുകൾ കോൺട്രാക്ട് ചെയ്യുകയും ഒരുമിച്ച് ബോണ്ടുകൾ ഇലോങ്ങേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ദെൻ ബെൻഡിങ് ഇൻപ്ലെയിൻ ബെൻഡിങ് ഉണ്ട്, ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് ഉണ്ട്. സോ ഇൻപ്ലെയിൻ ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കിളികളൊക്കെ പറക്കുന്ന പോലെ നമ്മുടെ പ്ലെയിനിൽ തന്നെ, നമ്മുടെ ബുക്കുള്ള പ്ലെയിനിൽ തന്നെയാണ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരുമിച്ച് മുകളിലേക്ക് പോകുമ്പോൾ താഴോട്ട് പോകും. നെക്സ്റ്റ് ബെൻഡിങ് എന്ന് പറയുമ്പോൾ ഈ ഓക്സിജൻ താഴോട്ട്, ഈ കാർബൺ മുകളിലേക്ക്. സോ അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ ബെൻഡിങ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഇൻപ്ലെയിൻ ബെൻഡിങ്. ദ സെയിം തിങ് ക്യാൻ ഹാപ്പൻ ഇൻ എ 3-dimensional manner, that is out of plane manner. ഓക്കെ, സോ ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന പേപ്പറിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിനിലായിരിക്കും നടക്കുക. സോ ഇൻ പ്ലെയിൻ ബെൻഡിങ്ങും ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്ങും ഡീജനറേറ്റ് പെയേഴ്സാണ്, വിച്ച് മീൻസ് ബോത്ത് ഓഫ് ദം ഹാവ് സെയിം എനർജി, ബോത്ത് ഓഫ് ദം ടേക്സ് പ്ലേസ് വിത്ത് അബ്സോർബിങ് സെയിം ഫ്രീക്വൻസി. സോ വി കാൺ ഡിസ്റ്റിങ്ക്യൂഷ് ദം, നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റില്ല. രണ്ടും നടക്കുന്നത് IR റേഡിയേഷൻ്റെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്തിട്ടാണ് രണ്ട് ബെൻഡിങ്ങും നടക്കുന്നത്. ഇൻ പ്ലെയിൻ ആയാലും ശരി, ഔട്ട് ഓഫ് പ്ലെയിൻ ആയാലും ശരി. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കും ഡീജനറേറ്റ് പെയർ. സോ ഇതിൽ സിമെട്രിക് സ്ട്രെച്ചിങ് IR ഇനാക്റ്റീവ് ആണ്. സോ കണ്ടീഷൻ ഫോർ IR ആക്ടിവിറ്റി ഈസ് ദർ മസ്റ്റ് ബി എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഇൻ എനി ഓഫ് ദെയർ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ്. സോ സിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ഇല്ല. അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ IR ആക്റ്റീവ് ആണ്, വിച്ച് മീൻസ് there occurs a change in dipole moment. സോ നമ്മൾ IR സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് നമുക്ക് 2 പീക്കേ കിട്ടുള്ളൂ. 3 ആക്റ്റീവ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ പോലും, 3 IR ആക്റ്റീവ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ പോലും വി ക്യാൻ ഹാവ് ഓൺലി 2 പീക്സ്. അങ്ങനെ 2 പീക്ക് കിട്ടാൻ കാരണം 3 എണ്ണത്തിൽ ഈ ബെൻഡിങ് ഇൻ പ്ലെയിനും ഔട്ട് ഓഫ് പ്ലെയിനും ഡീജനറേറ്റ് പെയർ ആയതുകൊണ്ട് ദേ കറസ്പോണ്ട്സ് ടു എ സിംഗിൾ പീക്ക്. അതൊരൊറ്റ പീക്കേ നമുക്ക് തരുള്ളൂ. സോ നമ്മൾ IR എടുക്കുമ്പോൾ നമുക്ക് 2 പീക്കേ കിട്ടുള്ളൂ. ദെൻ വൈബ്രേഷൻ മോഡ്സ് ഓഫ് H2O ഒരു പ്രത്യേകത, H2O ഈസ് എ നോൺ ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂൾ വിത്ത് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. സോ അത് നോൺ ലീനിയർ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ 3n minus 6 ആണ്. ഓക്കെ, സോ അതിൽ 3 നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ടാവുള്ളൂ. അതിലൊന്ന് സിമെട്രിക് സ്ട്രെച്ചിങ്, ദെൻ അസിമെട്രിക് സ്ട്രെച്ചിങ്, ദെൻ സിമെട്രിക് ബെൻഡിങ്. ആൻഡ് റിമെമ്പർ വൺ തിങ്, ഓൾ ആർ IR ആക്റ്റീവ്. ഓക്കെ, എല്ലാം IR ആക്റ്റീവ് ആണ്, ബിക്കോസ് ഡ്യൂറിങ് ദീസ് 3 നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ദർ ഒക്കേഴ്സ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. സോ ഇവിടെ നോക്കി, ഇവിടെ 3 സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി കിട്ടുന്നുണ്ട്. ആ വൈബ്രേഷണൽ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് IR സ്പെക്ട്രം എടുക്കുമ്പോൾ ഒരു പീക്ക് കിട്ടും.
Now we are going to discuss about the group frequency concepts. Okay, concept of group frequencies and its application in organic chemistry. So what is group frequency concept? The bonds in a chemical group may vibrate with frequencies which are almost independent of the remaining portion of the molecule. This give rise to the concept of characteristic group frequency. ഇത് പറയുന്നത് നമ്മളൊരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുക, ഒരു ഓർഗാനിക് മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഓർഗാനിക് മോളിക്യൂളിലുള്ള ഡിഫറെൻറ്റ് ആറ്റംസ് തമ്മിൽ ബോണ്ട് ഉണ്ടാവും അല്ലേ. ഡിഫറെൻറ്റ് ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ്. ആ ഫ്രീക്വൻസി നിങ്ങൾ ആ ബോണ്ടുമായി ആ രണ്ട് ആറ്റം കമ്പൈൻ ചെയ്തിട്ടുള്ള ബോണ്ടിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി റിമൈനിങ് പോർഷൻ ഓഫ് ദി മോളിക്യൂൾ. ആ മോളിക്യൂളിൻ്റെ ബാക്കി ഭാഗം ആര് ബോണ്ട് ഉണ്ടാക്കിയാലും ശരി, ദാറ്റ് പെർട്ടിക്കുലർ vibrational frequency will be a characteristic of that particular bond. അപ്പോൾ ഓരോ കോമ്പൗണ്ടും ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത്, അതിലുള്ള ഓരോ ആറ്റംസും ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് there is a characteristic frequency corresponds to each bonds. ആ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിൽ ആ ബോണ്ടുകൾ ഒന്നെങ്കിൽ സ്ട്രെച്ച് ചെയ്യും അല്ലെങ്കിൽ ബെൻഡ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഫ്രീക്വൻസി. അത് വെച്ചിട്ട് നമ്മൾ സി ഡബിൾ ബോണ്ട് സി എന്ന് പറയുന്ന ബോണ്ട്, അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 1650 സെൻറ്റിമീറ്റർ ഇൻവേഴ്സാണ്. അതുപോലെ ഒ എച്ചിൻ്റെത് 3600 സെൻറ്റിമീറ്റർ ഇൻവേഴ്സാണ്. സി ഒ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 1700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സാണ്. ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക് ആണ്. റിമെമ്പർ വൺ തിങ്, ഈ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരാം, ചെറിയ മൈന്യൂട്ട് ചേഞ്ചുകൾ വരാം. ബട്ട് വിച്ച് ഈസ് or we can say that the vibrational frequency of these groups are almost independent. Keep in that term, almost independent of the remaining portion, not completely independent. It is almost independent of the remaining portion of the molecule. Okay, so we have a lot of group frequency. Okay, so keep in mind this particular table, this notes are relevant. Okay, so we have a table. Then fingerprint region. So fingerprint region, this is very important. You can expect a question from this particular session. Okay, this is that much important. This particular session has that much importance. Okay, fingerprint region. So the region around 700 to 1400 centimeter inverse of the infrared spectrum is known as the fingerprint region, because the pattern of vibrations in this region is uniquely characteristic of each molecule. So നമുക്കൊരു സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് ഒരു 700-നും 1400-നും ഇടയിൽ നമുക്ക് ഒരു പീക്ക്, ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു പീക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പീക്കിൽ നിന്ന് തന്നെ അത് ഏതാണ് ഗ്രൂപ്പ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്പെക്ട്രം എടുത്തിട്ട് ഒരിക്കലും നമ്മളൊരു ഗ്രൂപ്പിനെ കൺഫേം ചെയ്യാറില്ല. ഇപ്പോൾ IR മാത്രം എടുത്ത് ഗ്രൂപ്പിനെ കൺഫേം ചെയ്യാറില്ല. ഞാൻ IR എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചിലപ്പം NMR കൂടെ എടുക്കും, എന്നിട്ടാണ് ഞാൻ എൻ്റെ ഗ്രൂപ്പുകളെ കൺഫേം ചെയ്യുക. പക്ഷേ IR തന്നെ ഈ 700 to 1400 റേഞ്ചിൽ വരികയാണെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിന് ഫർദർ ക്ലാരിഫിക്കേഷൻ വിടേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ കൺഫേം ഇറ്റ് ഫ്രം ദ IR spectra itself. That is the peculiarity of this fingerprint region. Okay. Then applications. First application, elucidation of structure. Suppose we want to know whether the formula of thioacetic acid is CH3COSH or CH3CSOH. This is a illustration. Okay, so this is an example. Thioacetic acid structure ഒരാൾ പറയുന്നു CH3COSH ആണെന്ന്, വേറൊരാൾ പറയുന്നു CH3CSOH ആണ്. സോ IR സ്പെക്ട്രം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പീക്കുകൾ കിട്ടുന്നത് 1730, 2600 എന്നുള്ള റേഞ്ചിലാണ്. ഓക്കെ, ഇതിലൊക്കെയാണ് നമുക്ക് പീക്കുകൾ കിട്ടുന്നത്. സോ 1730 CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ്, 2600 SH എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ്. സോ കറക്റ്റ് ഫോർമുല എന്ന് പറയുന്നത് ഓക്കെ, SHൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ് 2600. So it shows no peak around 1100 centimeter, showing that CS group is absent. അതുപോലെ CS ഗ്രൂപ്പിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1100 ആണ്. 1100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് ആ CS ബോണ്ട് സ്ട്രെച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു റേഞ്ചിൽ നമുക്കൊരു PK ഇല്ല എന്നുണ്ടെങ്കിൽ
that group is absent. So from that particular analysis we can confirm the formula of the structure of thioacetic acid is CH3COSH. Okay, thioacetic acid എന്നത് CH3COSH ആണെന്ന് കൺഫേം ചെയ്യാം. ഏതല്ല CH3CSOH ആണെന്ന് അല്ല എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. കാരണം CS-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, ദെൻ ഡിറ്റക്ഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. സോ ഒരു ഗ്രൂപ്പിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതിൻ്റെ IR സ്പെക്ട്രം എടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെങ്കിൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും. പൊതുവെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവാറ് OH ഗ്രൂപ്പിലൂടെയാണ്. സോ ദ OH ഗ്രൂപ്പ് ജനറലി അബ്സോർബ്സ് അറൌണ്ട് 3600 centimeter inverse. Hydrogen bonding lowers vibrational frequency. Hydrogen bonding ഉണ്ടെങ്കിൽ frequency കുറയും. Consider the IR spectrum of ethanol showing a broad peak around 3500 to 3200 centimeter inverse indicates hydrogen bonded OH. So 3600 കാണിക്കേണ്ട OHൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 3500ൻ്റെയും 3200ൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, പിന്നെ എന്ത് പറ്റും? നെക്സ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പീക്കുകൾ ഭയങ്കര ബ്രോഡായിരിക്കും. വി ക്യാൻ ഹാവ് ബ്രോഡ് പീക്സ് ഫോർ ഹൈഡ്രജൻ ബോണ്ടിങ്. സോ നമ്മുടെ പീക്കുകൾ ബ്രോഡാണെങ്കിലും ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, സോ ദ ഷാർപ്പ് പീക്ക് അറ്റ് 3000 centimeter inverse shows CH stretching vibrations of CH3 that at 1050 to 1100 centimeter indicates CO stretching. The shift of OH peak normally expected around 3600 centimeter inverse to lower frequencies indicate the presence of intermolecular hydrogen bonding in the alcohol. So alcohol ഇപ്പം ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക, OH ആണ് മെയിനായിട്ട് എന്തുണ്ടാക്കാറ്, ഹൈഡ്രജൻ ബോണ്ടിങ്സ് ഉണ്ടാക്കാറ്. സോ OHൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 3600 റേഞ്ചിലാണ് വരേണ്ടത്. അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും. അതൊരു 3500ൻ്റെയും 3200ൻ്റെയും ബിറ്റ്വീനായിട്ട് വരും. പിന്നെ പീക്കുകൾ ബ്രോഡാവും. ഐ ക്യാൻ ഷോ യു പിക്ചർ. സോ ലുക്ക് അറ്റ് ദിസ് പീക്ക്. ദിസ് ഈസ് എ ബ്രോഡ് പീക്ക്. ദിസ് ബ്രോഡ് പീക്ക് ഷോസ് ദ പ്രസൻസ് ഓഫ് hydrogen bonding. Okay, so that's all about the IR spectra. We will discuss about UV spectra later. Okay, thank you.